നിന്റെ അമ്മ ഇടനില നിർത്തി ദിവ്യപ്രഭയുടെ അമ്മയുമായിട്ട് സ്വർണത്തിന്റെ ഇടപാട് നടത്തിയതും കലാവതിയാ. ഒടുവിലെന്തായി? പണം മുഴുവൻ കലാവതിയുടെ കയ്യിലുമായി. എല്ലാവരും കബളിപ്പിച്ച് കലാവതി എല്ലാം തട്ടിയെടുക്കും. ഇത്രയൊക്കെ ആയിട്ടും നിന്റെ അമ്മയ്ക്കും ദിവ്യപ്രഭയ്ക്കും ഒന്നും കലാവതിയുടെ മനസ്സിലിരിപ്പ് തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. ഇവര് 3 പേര് എന്റെ കല്യാണത്തിനിടുന്ന ആഭരണം നോക്കിയിരിക്കുക. ആ കാത്തിരിപ്പിനെ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. നീണ്ടുപോകും തോറും അവർ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് അവസാനിപ്പിക്കാനുള്ളൊരു വഴിയായിട്ടാ ഞാൻ ആ വീടിനെ കാണാമെന്ന്. എങ്ങനെ? എന്ത് ചെയ്യാൻ പറ്റും? ഒരു തരി പൊന്നുപോലും വാങ്ങാതെ അഖിലെ വിവാഹം കഴിക്കാൻ ഞാൻ തീരുമാനിച്ചു. തീരുമാനം നടപ്പാക്കാനും കാലതാമസം വരില്ല. നാളെ തന്നെ കല്യാണം നടക്കും. നാളെയോ? ആരെ അറിയിക്കണ്ടേ? തൽക്കാലം അമൃതീച്ചയും ചന്ദ്രനങ്ങളെ അറിയിക്കണ്ട. അറിഞ്ഞാൽ അവരൊരിക്കലും സമ്മതിക്കില്ല. ആരോട് കടം വാങ്ങിയിട്ടായാലും ആഭരണങ്ങളെ കെട്ട് 4 ആൾ അറിയെ മണ്ഡപത്തിൽ വെച്ച് കല്യാണം നടത്താനേ അമൃതീച്ച് കൂട്ടു നിൽക്കും. അതിനുവേണ്ടിയാണല്ലോ ആ പാവം ഇത്രയും കഷ്ടപ്പെട്ടത്. അനിയത്തിയെ രജിസ്റ്റർ വിവാഹം കഴിക്കാനൊന്നും അമൃതീച്ച് ഒരിക്കലും സമ്മതിക്കില്ല. അബേട്ടൻ എന്താ ആലോചിക്കുന്നത്? എടാ, ഇത് ഉറച്ച തീരുമാനമാണോ നിന്റെ? അതെ, അവളും സമ്മതിച്ചിട്ടുണ്ട്. നന്നായി. പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം നിന്റെ അമ്മയും ദിവ്യപ്രഭയും കലാവതിയൊക്കെ ഇത് അറിയാവൂ. നമ്മളേക്ക് വിഷമമുണ്ടാവും. അത് നമുക്ക് പിന്നെ എല്ലാം പറഞ്ഞ് ശരിയാക്കാം. കുഴപ്പമില്ല. ചേട്ടാ, നാളെ 10:30 മുഹൂർത്തമുണ്ട്. രജിസ്റ്റർ ഓഫീസിൽ പോയി ഒപ്പുവയ്ക്കാം. എടാ, അത് മതിയാവില്ല. ആ ഒരു സംഭവത്തിന് വാലിഡിറ്റി ഉണ്ടാവില്ല. നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്ത് 1 മാസം കഴിഞ്ഞിട്ട് മാത്രമേ രജിസ്റ്റർ ചെയ്യാൻ പറ്റൂ. ഇതിനിടയിൽ അവർ നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം കൂടെ നോട്ടീസ് ബോർഡിലിടും. ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ വീണ്ടും കുഴപ്പമാവും. പ്രത്യേകിച്ച് അറിഞ്ഞു കേട്ട് നിന്റെ അമ്മയും കലാവതിയൊക്കെ ഒബ്ജക്ഷൻ ഉന്നയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഇപ്പോൾ എന്ത് ചെയ്യാ ബേട്ടാ? നമുക്ക് രജിസ്ട്രാർ ഓഫീസിൽ ആപ്ലിക്കേഷൻ കൊടുക്കാം. 30 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പോയി രജിസ്റ്റർ ചെയ്യാം. അതിനിടയിൽ നിന്റെ വീട്ടിൽ നിന്നും കലാവതിയുടെ ഭാഗത്തു നിന്നൊക്കെ തടസ്സങ്ങൾ ഉണ്ടാവാതിരിക്കാൻ നമുക്ക് ഏതെങ്കിലും അമ്പലത്തിൽ പോയി താലിയും കെട്ടാം. അങ്ങനെയാവാ ബേട്ടാ? ഏതമ്പലത്തിൽ വെച്ചാ? അതൊക്കെ ഞാൻ ഇന്ന് തന്നെ ഏർപ്പാട് ചെയ്യാം. നീ ധൈര്യമായിട്ടിരിക്കുക. നമുക്കെല്ലാം ശരിയാക്കാം. അതോടെ ഞങ്ങൾ അന്വേഷണം തുടങ്ങിയതും. അതിൽ അഖിലയും സഹായിച്ചിരുന്നു. അങ്ങനെയാണ് സ്വർണം ആകാശിന്റെ അമ്മയ്ക്ക് കൊടുക്കാൻ ചന്ദ്രനങ്ങളും താനും തീരുമാനിച്ചു എന്നുള്ള കാര്യം ഞങ്ങൾക്ക് ഉറപ്പായത്. ഇതിനിടയിൽ സ്വർണം ആകാശിന്റെ അമ്മയുടെ കയ്യിൽ എത്താതിരിക്കാനുള്ള വഴിയും ഞങ്ങൾ ആലോചിച്ചു. ഞാനും ആകാശം മാത്രമല്ല, ഇവരെല്ലാരും അതിന് സഹായിക്കുകയും ചെയ്തു. മനസ്സിലായില്ല. അതായത് ഇന്ന് രാവിലെ താനും ചന്ദ്രനങ്ങളും കൂടെ സ്വർണമായിട്ട് പോകുമെന്ന് ഉറപ്പായതോടുകൂടി ഞങ്ങള് ഒരു ഗംഭീരമായിട്ടുള്ള കളി അങ്ങോട്ട് കളിച്ചു. അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ രാത്രി വണ്ടിയിൽ കയറി രാവിലെ ഇവിടെ എത്തിയത്. തെളിച്ചു പറയേ, എന്താ ഉണ്ടായത്? അമൃത രാവിലെ അലമാര തുറന്ന് സ്വർണം എടുക്കുന്ന കൃത്യസമയത്ത് ആരാധ്യ പ്രത്യക്ഷപ്പെട്ടു. ചേച്ചി, ചേച്ചി, എന്തോ ഒരു ഹോ. ഇത്രയ്ക്ക് ഉറക്കം വിളിക്കണോടി? കാര്യം പറഞ്ഞാ പോരെ? കാര്യമാ പറയാൻ പോകുന്നെ. ദേ അനിയത്തി വന്ന് നിൽക്കുന്നു. ആര്? നീയോ? ഏയ്, ഞാനല്ല, എന്റെ പകുതി. ആതിരയോ? ആതിര വന്നു. ഇതെന്താ പെട്ടെന്ന്? ഇന്ന് വർക്കിംഗ് ഡേ ആണല്ലോ. ഇന്ന് ട്രെയിനിങ് ഉള്ളതല്ലേ? ക്യാമ്പിൽ നിന്ന് ചാടിപ്പോന്നതായിരിക്കും. ഇവക്കിത് എന്തിന്റെ കേടാ? നീ അങ്ങോട്ട് ചെല്ല, ഞാൻ ഇപ്പൊ വരുന്നു. അത് വേണ്ട, ചേച്ചിയും വിളിച്ചോണ്ട് വരാന്നാ ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഞാൻ വരാം. വാ ചേച്ചി, വാ പോരാൻ. നടക്കങ്ങോട്ട്.
ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.